ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂപ്പൽ പിടിക്കാതെ ഏറെക്കാലം സൂക്ഷിക്കാവുന്ന നല്ല മണവും മയവും രുചിയുമുള്ള ഒരു കിടിലൻ നാരങ്ങ അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എൻ്റെ വല്യമ്മച്ചിയൊക്കെ തയ്യാറാക്കിയ അതേ സ്റ്റൈലിലാണ് ഞാൻ ഈ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം. 10 നാരങ്ങ കഴുകി തുടച്ച് വെള്ളമയമില്ലാതെ എടുത്ത് വെക്കണം. ഇനി ഓരോ നാരങ്ങയായിട്ട് നമുക്ക് ഈ നല്ലെണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 7-8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കണം. തുടരെ ഇളക്കണം. നാരങ്ങയുടെ എല്ലാ വശവും മൂത്ത് വരുന്നത് പോലെ അതിനാണ് ഇങ്ങനെ ഇളക്കി വഴറ്റിയെടുക്കുന്നത്. നാരങ്ങ നല്ല സോഫ്റ്റ് ആകാനും ഈ അച്ചാറിന് കയ്പില്ലാതിരിക്കാനും ഏറെക്കാലം സൂക്ഷിച്ച് വെക്കാനുമായിട്ടാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പം പൂപ്പൽ പിടിക്കാതെ ഇരിക്കാനായിട്ട് വല്യമ്മച്ചി എന്തൊക്കെ ട്രിക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ചീനിച്ചട്ടിയുടെ അടിയിലെല്ലാം നന്നായിട്ട് ചൊനയെല്ലാം പിടിച്ചിട്ടുണ്ട്. നാരങ്ങയുടെ ചൊനയെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു നാരങ്ങ തെളിഞ്ഞ് വരും അതിൻ്റെ തൊണ്ടൊക്കെ. ആ സമയത്ത് നമുക്ക് ഇത് കോരിയെടുത്ത് വൃത്തിയുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒരുവിധം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി വെച്ച്, ഉണങ്ങിയ തുണി അല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് നമുക്കിത് ഓരോ നാരങ്ങയായിട്ട് നന്നായിട്ട് തുടച്ച് വയ്ക്കാം. നമ്മളെടുക്കുന്ന പ്ലേറ്റും ബൗളും സ്പൂണും നൈഫും എല്ലാം ഒട്ടും വെള്ളമയമില്ലാത്തതായിരിക്കണം. അതുപോലെ അച്ചാർ സൂക്ഷിക്കാനുള്ള ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലെല്ലാം നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. അപ്പോൾ ഒരു ഉണങ്ങിയ ബൗളിലേക്ക് നമുക്ക് നാരങ്ങ ഓരോന്നായിട്ട്, അത് ഓരോ നാരങ്ങയും 8 പീസസായിട്ട് കട്ട് ചെയ്ത് നമുക്കെടുത്ത് വയ്ക്കണം. അപ്പോൾ കുരു മാറ്റണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിക്കളയാം. അരിയുമ്പോൾ കിട്ടുന്ന കുരു നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി പാൻ അടുപ്പിലേക്ക് വെച്ച് നമുക്ക് പൊടികൾ തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് അതൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് തുടരെ ഒന്ന് ഇളക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെ ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കണം. ഇനി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു 150 മില്ലി നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു കഷണം ഇഞ്ചി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചത് അതും അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം. ഇനി ഒരു 4 പച്ചമുളക് കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് മൂത്ത് വരണം. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് വഴറ്റാൻ. അപ്പം തുടരെ ഇളക്കി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റണം. അതുപോലെ ഉപ്പ്, ആവശ്യമുള്ള ഉപ്പും നമുക്ക് ചേർക്കണം. ഇപ്പോൾ വഴന്ന് വന്ന പൊടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ആ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5-6 മിനിറ്റ് കൂടെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കണം. തെങ്ങിൻകള്ളിൻ്റെ വിനാഗിരിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. വല്യമ്മച്ചിയൊക്കെ തെങ്ങിൻകള്ളിൻ്റെ വിനാഗിരിയാണ് ചേർത്തിരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടി, അതിൽ നിന്ന് ഒരു 2-3 ടീസ്പൂൺ പൊടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ച
കടുകും ഉലുവായുമാണ്. പൊടികൾ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു 2 ആഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് പാകമാകുന്നത്. അതുപോലെ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇത് ഇട്ട് വെക്കാനുള്ള കുപ്പിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ബോട്ടിലായിരിക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുകൂടെയുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് മുമ്പ് ഇട്ട് നിൽക്കണം, എന്നാലേ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് പാകമാകത്തുള്ളൂ. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.